പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നല്ലവനായ ഈശോയെ, അങ്ങയുടെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സമീപസ്ഥരും വിദൂരസ്ഥരുമായി അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അവരുടെ ജീവിതത്തിൻ്റെ മേലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ വലിയ കാരുണ്യത്താൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും എൻ്റെ മക്കൾ മനസ്സിൽ കർത്താവിനോട് ഒരു പ്രതിജ്ഞ ചെയ്യണം. കർത്താവേ, എനിക്കും അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ കയറി നിന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. കാര്യം സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിലൊരു നല്ല ശതമാനം സാക്ഷ്യം പറയാമെന്ന് തീരുമാനമെടുക്കുമ്പോൾ തന്നെയാണ് ദൈവികമായ ഇടപെടലുണ്ടാകുന്നത്. കാരണം നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയുടെ സ്പിരിറ്റ് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണെന്ന് പറയും. കാര്യം ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് മുമ്പ് അമ്മ നമുക്ക് നൽകിയത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന 2014 ഒക്ടോബർ മുതൽ നവംബർ 24-ാം തീയതിയാണ് പ്രാർത്ഥന തന്നത്. അത് 5 മിനിറ്റ് ഒരു 42 സെക്കൻഡ് കൊണ്ട് അമ്മ തന്ന പ്രാർത്ഥനയാണ്. അത് 6 മാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ഉടമ്പടി പ്രാർത്ഥന തന്നത്. അതുകൊണ്ട് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കാലത്ത് 6 മാസം കുറേ അടയാളങ്ങൾ സംഭവിച്ചായിരുന്നു. ആ അടയാളങ്ങൾ സംഭവിച്ച കാരണം പിന്നെ ഉടമ്പടി പ്രാർത്ഥന തന്നപ്പോൾ ഞാൻ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കളഞ്ഞില്ല, മാറ്റിവെച്ചില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലാണ് ജീവൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയുടെ കൂടെയാക്കി വെച്ചു, അതിൻ്റെ അകത്താക്കി പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അത് നമ്മൾ വെളുപ്പിനെ ചെല്ലണ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇതിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ എന്താ? അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട വിഷയം തിരുസഭ ഏറ്റെടുക്കണം. അതാണ് മാതാവിൻ്റെ ഉദ്ദേശം. അതറിഞ്ഞ് വേണം ഈ ഉടമ്പടി ചെയ്യുന്ന സഹോദരങ്ങളെ അതിൻ്റെ മർമ്മം അറിയണം. അതായത് ഈ ഇത്രയും വലിയ സാക്ഷ്യങ്ങളല്ല, ഇനി 10,000-കണക്കിന് സാക്ഷ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു ചേട്ടായിയുടെ സാക്ഷ്യം കേട്ടില്ലേ? എൻ്റെ അപ്പൻ മരിക്കുകയില്ല. എന്താ കാര്യം? ഞാൻ കൃപാസന അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് വിശ്വാസം പ്രഖ്യാപിച്ചപ്പോഴേ അതിക്ക് മുമ്പ് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അപ്പൻ അടക്കേണ്ട കുഴിമാടങ്ങൾ വിലക്ക് വാങ്ങിച്ചായിരുന്നു. എൻ്റെ അപ്പൻ മരിക്കുകയില്ല, ഞാൻ കൃപാസന അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വെന്റിലേറ്ററിൽ കിടന്ന് ആദ്യം തള്ളവിരൽ ചലിപ്പിക്കാൻ തുടങ്ങി. ജീവൻ കയറി വരികയാണ്. പിന്നെ കാലനക്കി, തൊണ്ടയനക്കി, വാ പൊളിച്ചു, കണ്ണ് തുറന്നു, ആൾ പതുക്കെ ജീവൻ പ്രാപിച്ചു വരികയാണ്. അപ്പോൾ ഇനി ഇതിനേക്കാൾ ഉടനെ തിരിച്ചു പറഞ്ഞ എന്താണ്? ഞങ്ങൾക്ക് കുഴിമാടം ഇപ്പം വേണ്ട, അപ്പനെ അമ്മ ഉയർപ്പിച്ചു, അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉയർപ്പിച്ചു. ഇത് തന്നെ നമ്മുടെ ജീവിത മണ്ഡലങ്ങളിലൊക്കെ നടക്കും. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നടക്കും. ഇപ്പം 12 പ്രാവശ്യം IELTS എഴുതി മോള് അവസാനം അമ്മയോട് വന്ന്, അമ്മേ, എൻ്റെ ബുദ്ധിയും കഴിവും ഓർമ്മശക്തിയും ഉള്ള കാര്യങ്ങളെല്ലാം ഇനി എനിക്ക് അമ്മ തന്നെ എന്നെ കൈപിടിച്ച് ഉയർത്തിയാൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളെന്ന് പട്ടാങ്ങി പറഞ്ഞപ്പോഴേ ഉടമ്പടി ചെയ്ത ഉടനെ അവളെ അമ്മ ജയിപ്പിച്ചു. പിന്നെ അതിൻ്റെ കൂടെ വന്ന് എക്സാമിനേഷൻ ജയിപ്പിച്ചു. ഇതുപോലെ അത് മരിച്ചുപോയ ഒരു വിദ്യാഭ്യാസ മേഖലയായിരുന്നു. മരിച്ചുപോയതായിരുന്നു, അത് മരവിച്ചു പോയ വിഷയമാണ്. അത് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് വരുന്നു. സാമ്പത്തിക കടങ്ങളുടെ മേഖലകളെ ഒരു 3-4 മാസത്തെ സാക്ഷ്യം നിങ്ങൾ നോക്കിയാൽ മതി. സാമ്പത്തിക മേഖലയിൽ മനുഷ്യൻ വളരെയേറെ വേദനിച്ച് കഴിയണ
ഒത്തിരി കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുന്നുണ്ട് അമ്മ. ഇതെല്ലാം ഓർത്തുകൊണ്ട് അതിശക്തമായ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി എപ്പോഴും അതിൻ്റെ ഓരോ വർഷം ഓരോ മാസവും നമ്മൾ കൂടുന്ന 6 പ്രാർത്ഥനകളുണ്ട് അല്ലേ. ഒന്ന് നമ്മളിവിടെ വന്നു കൂടുന്നു, ബാക്കി 5 പ്രാർത്ഥനയും നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ടെലിവിഷനിലും കൂടുന്നു. പ്രാർത്ഥിച്ചാണ് കൂടുന്ന ജനങ്ങളാണ്. ഞാൻ യൂട്യൂബിൽ കൂടിയ മകനാണ്. അതിന് ആന്തരിക ബോധ്യം കിട്ടിയത്. അവൻ പറഞ്ഞു ഇവിടെ വന്നിട്ടില്ല, പക്ഷേ യൂട്യൂബിൽ ഞാൻ അമ്മയുടെ ധ്യാനം കൂടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവളിലൂടെ എന്താണ് ആഴമായ ആന്തരിക ബോധ്യം കിട്ടുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയും ആന്തരികമായ ബോധ്യം ആ മകന് കിട്ടിയിട്ടാണ് അപ്പനെ ഉയർപ്പിക്കുന്നത്. അതൊക്കെ അമ്മ തരുന്ന ഒരു അറിവടയാളങ്ങളാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഈ ധ്യാനത്തിലെല്ലാം എൻ്റെ മക്കള് ഉടമ്പടിയുടെ ഒരു ഹൃദയം എന്താണെന്ന് അറിയണം. ഉടമ്പടിക്ക് 2 അവയവങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ മനുഷ്യന് 2 ഫാക്കൽറ്റി ഇല്ലേ, 2 കഴിവ് പ്രാഭവ കേന്ദ്രമുണ്ട് നമ്മുടെ. എന്താണ്? ഒന്ന് നമ്മുടെ വിൽ, മനസ്സ്. രണ്ടാമത്തെ നമ്മുടെ ഇൻ്റലക്റ്റ്, ബുദ്ധി അല്ലേ. മനുഷ്യന് 2 ഫാക്കൽറ്റി ഉണ്ട്. ഇവിടെ നിന്നാണ് തിയറി ഉണ്ടാകുന്നത്, തലയിൽ നിന്നല്ലേ ആശയങ്ങളുണ്ടാകണത്. ഹൃദയത്തിൽ നിന്നാണ് പ്രയോഗം ഉണ്ടാകുന്നത്. ഇച്ഛാശക്തി എന്ന് പറയത്തില്ലേ, വിൽ. അത് എവിടെയാണ്? ഇപ്പോൾ ബുദ്ധിപരമായിട്ട് ശരിയാണെങ്കിലും ചില പറയില്ലേ, ഓ എനിക്ക് മനസ്സില്ല. ശരിയാണ് പക്ഷേ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിപരമായിട്ടും ആശയപരമായിട്ടും തിയററ്റിക്കലായിട്ടും സൈദ്ധാന്തികമായിട്ടും ഇറ്റ്സ് ഓക്കെ, പക്ഷേ എനിക്കതിനുള്ള ഇച്ഛാശക്തി ഇല്ല എന്ന്. ഇപ്പോൾ 2 ഫാക്കൽറ്റി മനുഷ്യന് വേണം ഒരു ആക്ഷൻ സംഭവിക്കണമെങ്കിൽ. ഉടമ്പടിക്കും 2 ഫാക്കൽറ്റി ഉണ്ട്. എന്താണ്? ഒന്ന് അതിൻ്റെ നിബന്ധനകളാണ്. അതാണ് നിബന്ധനകൾ വളരെ കാർക്കസ് കാര്യം. നിബന്ധനകൾ 6 എണ്ണം ഉണ്ട് നമുക്ക്. ആ നിബന്ധനകളെല്ലാം എന്താ? ഒറ്റ വാക്കാണ് നിബന്ധന. അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. മരിയൻ ഉടമ്പടിയും ബൈബിളിലെ സാധാരണ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം, സാധാരണ ഉടമ്പടി നോഹിൻ്റെ കാലം മുതൽ എബ്രഹാത്തിൻ്റെ കാലം മുതൽ മോസസിൻ്റെ കാലം മുതൽ ഇങ്ങനെ ദൈവം ജനത്തോട് ബന്ധപ്പെടുന്ന ഒരു പൊതു ഫോർമാറ്റാണ്, ഒരു പൊതു ഫോർമുലയാണ്. അപ്പം അതിൻ്റെ ഒരു വിഷയം മനുഷ്യൻ വാഗ്ദാനം പ്രാപിക്കാൻ മനുഷ്യൻ, ഇപ്പോൾ എബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദാനം എങ്ങനെയാണ് പ്രാപിച്ചത്? വിശ്വാസം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് വാഗ്ദാനം പ്രാപിക്കുന്നത്. പക്ഷേ വാഗ്ദാനം പ്രാപിക്കുമ്പോഴും ഒരു വിഷയമുണ്ട്. എന്താണ്? അതിൻ്റെ സമയം അപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എബ്രഹാത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനത്തിൻ്റെ മേൽ പ്രാപിക്കാൻ സമയത്തിൻ്റെ മേൽ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇസഹാക്ക് ജനിക്കാൻ താമസിച്ച കൊണ്ട് സാറ എബ്രഹാത്തിനെ സമ്മർദ്ദത്തിലാക്കി ഹാഗറിനെ കൊണ്ട് കുഞ്ഞിനെ പ്രസവിപ്പിച്ചത്. ആ സമയത്തിന് മേൽ കൺട്രോൾ ഇല്ലാതെ വന്നപ്പോൾ സംഭവിച്ച വിഷയമാണത്. പക്ഷെ മരിയൻ ഉടമ്പടിയിലാകുമ്പോൾ നമ്മുടേത് എന്താ? മരിയൻ ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടിയുടെ പ്രത്യേകത എന്താണ്? സമയത്തിൻ്റെ മേലുള്ള അമ്മയുടെ അധികാരമാണത്. അതാണ് സാധാരണ ഉടമ്പടിയും മരിയൻ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം. സമയമായില്ല എന്ന് അമ്മ ഈശോയോട് പറയുമ്പോഴേ, ഈശോ അമ്മയോട് പറയുമ്പോഴേ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആളാണ്. ആദ്യം ലൂക്ക 1:28 ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. എൻ്റെ ദൈവവേദനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? കൃപ നിറയുകയാണ്. കൃപ നിറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ ജ്ഞാനവും നിറയും. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ അമ്മയ്ക്ക് മനസ്സിലായി സമയമാകാത്തൊരു വിഷയമാണ് ഈശോൻ്റെ ജീവിതത്തിൽ തുടങ്ങേണ്ട കാലം, പിതാവിൻ്റെ മനസ്സിലുള്ള ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം, വീര്യപ്രവർത്തികളുടെ കാലം, അത് പിതാവിൻ്റെ മനസ്സിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയം ഇനിയും ആയിട്ടില്ല എന്നാണ് ഈശോ പറഞ്ഞത്.
ആ സമയത്തെ പിടിച്ചിറക്കി കൊണ്ടുവരാൻ വേണ്ടി പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാന ഉപദേശമാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ളത്. അല്ല വെള്ളം കോരാനും പടി നിറക്കാനുമുള്ള വിഷയമല്ലത്. ബൈബിൾ ആകമാനം ഉപയോഗിക്കുന്ന വാക്കാണ്. ഇതുപോലെയുള്ള ഒരു പ്രതിസന്ധി സീനായി മലമുകളുടെ താഴ്വരെ സംഭവിക്കും. എന്താണ് സംഭവിക്കുന്നത്? മോസസിനെ അവർ രഹസ്യമായിട്ട് കൊല്ലാൻ തീരുമാനിക്കും. അവരുടെ മനസ്സതാണ് വെളിപ്പാക്കുന്നത്. എന്താ കാര്യം? വാഗ്ദാന നാട് പ്രാപിക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ജെറിക്കോ കോട്ടയാണ്. ജെറിക്കോ കോട്ട രാക്ഷസന്മാരുടേതാണ്. അവർ യുദ്ധ നൈപുണ്യമുള്ളത് കാരണം ഇസ്രയേലുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. ഇസ്രയേലിന് യുദ്ധത്തിൻ്റെ പരിപാടിയല്ലായിരുന്നു ഈജിപ്തിലെ. അവർ ഇഷ്ടിക പണിക്കാരായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ജെറിക്കോ കോട്ടയിൽ ചെല്ലുമ്പോൾ അവരെല്ലാവരും ഇവരെ കൊന്നു കളയും. ബാക്കി കുറേ പേര്, 100-200 പേര്, 1,00,000 പേര് അവശേഷിച്ചാലും ജോർദാൻ നദി ചെല്ലുമ്പോൾ അവിടെയും പ്രശ്നമാകും. എന്താണ്? ജോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോൾ ഈ ആൾക്കാരെ എത്ര വള്ളത്തിനകത്തോട്ട് കിടക്കാൻ പറ്റും? വള്ളമില്ലെങ്കിൽ ഇപ്പോൾ ഇന്നതാ മാർഗം നീന്തിപ്പോകാനേ പറ്റത്തുള്ളൂ. നീന്തി അക്കരത്ത് ചെല്ലുമ്പോൾ കാനാനിയൻസ് ഉണ്ട്, ജബൂസിയരുണ്ട്, ഫിലിസ്തീയരുണ്ട്. വെള്ളത്തിലിട്ട് വെട്ടിക്കൊല്ലും. അതോടുകൂടി യാത്ര തീരും. ഇതൊക്കെ പറഞ്ഞ് ഇതിൻ്റെ തടസ്സമായെന്നൊക്കെ ഉന്നയിച്ച് നോക്കുമ്പോഴേ നമ്മുടെ മുമ്പിലുള്ള പരിപാടി എന്താ? ഇവൻ്റെ പരിപാടിയൊക്കെ തീർക്കുകയാണെങ്കിൽ, മോസസിൻ്റെ പരിപാടിയൊക്കെ തീർക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് ഈജിപ്തിലോട്ട് പോകാം. അവിടെ അടിമയായി ജീവിച്ചാലും കുഴപ്പമില്ല, ഭക്ഷണം കിട്ടും. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പാളയത്തിൽ പടയായി. അതിൻ്റെ അങ്ങനെയുള്ള ഛിദ്രചിന്തകൾ ജനങ്ങളുടെ ഇടയിൽ വന്ന് നിരാശ നിൽക്കുന്ന സമയത്ത് ആണ് മോസസ് ഉടമ്പടി മല അടിവാരത്തിലേക്ക് ഇവരെ കൊണ്ടുവരണം. എന്നിട്ട് യഹോവയുടെ തിരുസന്നിധിയിൽ കണ്ണീരിടും. ജീവിതം വഴിമുട്ടുമ്പോഴാണ് നീ ഉടമ്പടി മലയിൽ വരേണ്ടത്. കൈ അടിച്ച് കർത്താവിനുള്ള ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, ജീവിക്കുന്ന അങ്ങയുടെ സന്നിധാനത്തിൽ ആരാധന നടത്തുന്ന ഓരോ മകനെയും മകളെയും നീ ആശീർവദിക്കണമേ. ഈ ശുശ്രൂഷ ലോകാന്തരങ്ങളിലെ ഇരുന്നു കൊണ്ട് മാധ്യമങ്ങളിലെ പ്രാർത്ഥിച്ച് പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ഇപ്പോൾ സ്പർശിക്കണമേ. ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ദൈവം പറഞ്ഞു, ഇത്രയും വിഷമിക്കേണ്ട, നിൻ്റെ ചങ്ക് പതറേണ്ട കാര്യമില്ല. ജനങ്ങളോട് പറയണം, അവരുടെ ജീവിത പ്രതിസന്ധി പരിഹരിക്കാൻ ഞാൻ അവരുടെ കൂടെ വരും. പ്രൈസ് ദ ലോർഡ്. ഉടമ്പടി ദൈവം നമ്മുടെ കൂടെ വരുന്ന പ്രാർത്ഥനയാണ്. ഞാൻ അവരുടെ കൂടെ വരും. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഞാനവിടെ കൂടെ വരുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ വ്യഭിചരിക്കാൻ പാടില്ല. അതാണ് ആദ്യം പറയണത്. പിന്നെ അവർ പരസ്പരം കൊല്ലാൻ പാടില്ല. പിന്നെ എന്താ? അവർ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. പിന്നെ എന്താ? എൻ്റെ സ്ഥാനത്ത് ആരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. പൊയ് ദൈവങ്ങളെ സങ്കല്പിച്ചുണ്ടാക്കരുത്. ഞാനാണ് അവരുടെ ദൈവമെന്ന്. സുദുര ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമ്പടിയുടെ എൻ്റെ മക്കൾ ഓർക്കണേ, എന്തോ ഒരു ഈ 10 കൽപ്പന കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയണം. എന്താ കാര്യമെന്നറിയാവോ? ആ 10 കൽപ്പന പാലിപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെ നിർഗുണന്മാരാക്കാൻ വേണ്ടി ചെയ്തതല്ല. എന്തിനാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൻ്റെ ജെറിക്കോട്ട പൊടിക്കാൻ, നിൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീരിൻ്റെ ജോർദാൻ നദി വറ്റിക്കാൻ നിൻ്റെ ദൈവം നിൻ്റെ കൂടെ വരാനുള്ള ദൈവത്തിൻ്റെ ഗാഢമായ ആഗ്രഹമാണ് ദൈവത്തിൻ്റെ കൽപ്പനയായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. കൈ അടിച്ചു കർത്താവ്. മക്കളെ, വയറിന് താഴേക്ക് ഇങ്ങനെ ഊടിൻ്റെ താഴേക്കുള്ള വശങ്ങളിങ്ങനെ പഴുത്ത കുരുക്കൾ കാണുന്നുണ്ട്. അതിനെ വയറിൻ്റെ ഉള്ളിൽ പൊള്ളണ പോലെയും തോന്നുന്നുണ്ട്.
ഉദര രോഗമുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. അതിശക്തമായി ഉദര രോഗമുള്ളവരെ വയറ്റി കൈവച്ചുകൊണ്ട് വയറ്റി കൈവച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഉദര രോഗമുള്ളവരെ വയറ്റി കൈവച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനങ്ങളോട് മോസസ് പറഞ്ഞു, കർത്താവ് നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ജോർദാനെ നമ്മൾ പേടിക്കണ്ട, ഒരു വള്ളവും നമ്മൾ തിരക്കണ്ട. 6 ലക്ഷം പേരെ ഈ ജോർദാൻ വറ്റിച്ചുകൊണ്ട് വരണ്ട ഭൂമിയിലൂടെ നമ്മുടെ കൈക്ക് പിടിച്ചുകൊണ്ട് നമ്മുടെ ദൈവം വാഗ്ദാന നാട്ടിൽ നമ്മളെ എത്തിക്കും. ഇനി ജെറിക്കോ കൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യം. മോസസിൻ്റെ കാലം വരെ ദൈവം പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുണ്ട്, നിങ്ങൾ മൗനമായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്. അതാണ് ഉടമ്പടി. അതാണ് പുറപ്പാടിൻ്റെ 14:14. നിങ്ങൾ മൗനമായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ്, നിങ്ങൾ മൗനമായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അത് തന്നെയാണ് ഫിലിപ്പിയർ എഫേസ്യ ലേഖനത്തിൽ 2:8 പറയുന്നത്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടെന്ന് കൈയടിച്ച് കർത്താവ്. ഇത് കേട്ടതുകൂടി ജനങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? കർത്താവ് ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ വരാൻ വേണ്ടി നിൻ്റെ മാതാപിതാക്കന്മാർ ബഹുമായികളെന്ന് പറഞ്ഞപ്പോൾ, ഞാനാണ് നിൻ്റെ ദൈവം, മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുതെന്ന് പറഞ്ഞപ്പോൾ, ജനം കൈ ഉയർത്തി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും. കർത്താവ് പറഞ്ഞതുപോലെ ജോർദാൻ പൊടിക്കാൻ, ജോർദാൻ വറ്റിക്കാൻ, ജെറിക്കോ പൊടിക്കാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ വരുമെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന് പങ്കുചേർക്കാൻ, ദൈവത്തിൻ്റെ പക്ഷം നിൽക്കാൻ ഞങ്ങൾ ചെയ്യും. എന്താണ്? കർത്താവ് പറഞ്ഞതെല്ലാം ഞങ്ങൾ നിറവേറ്റും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി ചെയ്തവരെ ഉടമ്പടി നിബന്ധനകൾ നിറവേറ്റിക്കൊണ്ട് വിശുദ്ധി പാലിച്ച് എബ്രാഹത്തോട് ദൈവം പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകത്തില് 17:1 ദൈവം സംസാരിച്ചതുപോലെ നീ എൻ്റെ മുമ്പാകെ വേപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. കർത്താവേ, അങ്ങയുടെ മുമ്പില് കുറ്റമറ്റവളായി വേപരിക്കുവാൻ എന്നെ വിശുദ്ധീകരിക്കണമേ, വചനം പാലിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ആദ്യകാലം മുതൽ പറയണതാണ്. എന്താണ്? എൻ്റെ മുമ്പാകെ നടക്കുക, കുറ്റമറ്റവനായിരിക്കുക. അങ്ങനെ വന്നാൽ നിൻ്റെ വിശുദ്ധിയിലെ ഞാൻ നിൻ്റെ കൂടെ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ച് ഇവിടം വരെ എത്തിയപ്പോൾ ദൈവം പറഞ്ഞു, ഇമ്മാനുവേൽ. ഇതും ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. വചനം മാംസമായത് എബ്രാഹത്തിന് നൽകിയ ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. നിനക്കും നിൻ്റെ സന്തതിക്ക് ഞാൻ അവകാശമായി നൽകുമെന്ന് പറയുമ്പോൾ, സന്തതികൾക്കല്ല, യേശുക്രിസ്തുവിനെ ഉദ്ദേശിച്ചതെന്ന് ഗലാത്യർ 3:15-16 പറയണത് കർത്താവിനെ ഉദ്ദേശിച്ചാണ്. എല്ലാം ദൈവത്തിന് ഉടമ്പടിയാണ്. സ്വന്തം മകനെ ലോകത്തിന് നൽകണത് പോലും. ശ്രുതികട ഹല്ലേലൂയ. പുറപ്പാടിൻ്റെ 18:19-8 കർത്താവ് പറഞ്ഞതുപോലെ, കർത്താവിൻ്റെ വചനം പോലെ ഞങ്ങൾ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞതിൻ്റെ മരിയൻ വാക്കാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഉടമ്പടിയിലെ അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഉടമ്പടി തന്നപ്പോൾ അമ്മ അത് വ്യാഖ്യാനിച്ചു തന്നു. മകനെ, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് വെച്ചാൽ, ഈശോ ഈ ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ, അനുദിന ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ചാൽ മതിയെന്ന് അവൻ നമ്മളോട് പറഞ്ഞതാണ്. ലോകം മുഴുവൻ പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയെന്ന്. അതിനുവേണ്ടിയാണ് നമ്മൾ പത്രം വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ച് ഓരോരുത്തരും കൊടുക്കുന്നത്. അവൻ പറഞ്ഞതാണ്. എന്തിനാണ് പത്രം? നിങ്ങൾ സാക്ഷ്യം പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചില്ലേ? ഞങ്ങൾക്കൊരു പത്രം കിട്ടി, അങ്ങനെയാണ് ഞങ്ങൾ വന്നതെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? സുവിശേഷം പ്രചരിക്കപ്പെട്ടു എന്നല്ലേ എൻ്റെ അർത്ഥം. അറിയാത്തവർ അറിഞ്ഞല്ലേ അർത്ഥം, അറിഞ്ഞവർ ആഴപ്പെട്ടെന്നല്ലേ അർത്ഥം. വലിയ സുവിശേഷ വേലയാണ് കേരളം മുഴുവൻ നടക്കുന്നത്, ലോകം മുഴുവനും നടക്കുന്നത്. അവൻ പറഞ്ഞതാണ് അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന്. അതുകൊണ്ടാണ് നമ്മൾ 3 പാപങ്ങൾ എടുത്തുപേക്ഷിക്കുന്നത്. ഉടമ്പടിയും നമ്മൾ 3 പാപങ്ങൾ 3 മാസം കൊണ്ട് എടുത്തുപേക്ഷിക്കത്തില്ലേ? എന്താ കാര്യം? മർക്കോസിൻ്റെ 1:15 അവൻ പറഞ്ഞതാണ്. എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന്.
വിശുദ്ധിയാണത്. അത് എൻ്റെ മുമ്പാകെ നടക്കുക, കുറ്റമറ്റവനായിരിക്കുക എന്നുള്ള ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17:1 മർക്കോസിൻ്റെ 11:15 എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന്. അതെല്ലാം ഉടമ്പടിയുടെ നിബന്ധനകളാണ്. വളരെ കൃത്യമായിട്ട് കണക്ക് കൂട്ടി അമ്മ തന്നിരിക്കുന്ന രക്ഷപ്പെടാനുള്ള സൂത്രവാക്യമാണ് ഉടമ്പടി. അതുകൊണ്ട് എൻ്റെ മക്കൾ നിബന്ധനകൾ പാലിക്കുമ്പോൾ ഓർക്കണം. ഞാൻ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് കഴിഞ്ഞ ഞായറാഴ്ച ലത്തീൻ പള്ളികളിലെല്ലാം വായിച്ച ഒരു സുവിശേഷമുണ്ട്. പത്രോസ് കർത്താവിൻ്റെ അനുഗ്രഹത്തോടെ മീനില്ലാത്ത കടലിൽ നിന്ന് മീൻ പിടിക്കണ സുവിശേഷമാണ്. മീനില്ലാത്ത കടലാണ്, മീനുള്ള കടലിൽ നിന്നല്ല മീൻ പിടിച്ചിരിക്കണത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. ചില ആൾക്കാർ എന്നോട് ചോദിക്കും, അച്ഛാ 2 കോടി കടമുണ്ട് അച്ഛാ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ നിൽക്കും. അപ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, അത് രക്ഷപ്പെടാൻ വേണ്ടി മാനുഷികമായ വല്ല വഴിയുണ്ടോ എന്ന്. അപ്പോൾ അവരെന്നോട് തിരിച്ചു പറയും, അച്ഛാ ഒരു വഴിയുമില്ല, കിട്ടാനുള്ള സ്ഥലത്തു നിന്നെല്ലാം വാങ്ങിച്ച് കുഴിക്കാനുള്ളെല്ലാം കുഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഓരോരുത്തും കുഴിക്കാൻ ഇല്ല, സ്ഥലമില്ല, കിട്ടാനില്ല, വാങ്ങിക്കാൻ ഒരു വഴിയുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചിരിക്കും. സന്തോഷത്തോടെയാണ് ചിരിക്കുന്നത്. എന്താ കാര്യം എന്നറിയാവോ? നമ്മളെ ബുദ്ധിക്കും ശക്തിക്കും ശേഷിക്കും ശേഷിക്കുമൊക്കെ ഒരു വഴി കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? യോഹന്നാൻ 14:6 അവൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വഴിമുട്ടുമെന്ന്. നിനക്ക് വഴിമുട്ടുമ്പോൾ ഞാനാണ് വഴിയെന്ന്. എൻ്റെ ദൈവത്തിൽ നിൻ്റെ മുമ്പിൽ ഒരു വഴിയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് വഴിയേ ഇല്ലെന്നല്ല, കർത്താവാണ് എൻ്റെ വഴിയെന്നാണ്. കൈ അടുത്ത് കർത്താവ്. അപ്പോൾ വചനം പ്രഘോഷിച്ച് കഴിഞ്ഞതിന് ശേഷം ഈശോ പത്രോസിനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? മീൻ പിടിക്കാനായി ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് എന്നാ പറഞ്ഞത്? കർത്താവേ, രാത്രി മുഴുവനും പണിയെടുത്തിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. മത്സ്യത്തൊഴിലാളി സഹോദരൻ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന ദുരന്തം എന്താണെന്ന്. രാത്രി മുഴുവനും പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എന്താ കാര്യം എന്നറിയാവോ? ഈ രാത്രി മത്സ്യത്തൊഴിലാളികൾ സാധാരണ പണിക്ക് പോകുന്നത് ഈ സീസണിലൊക്കെ നിരോധിച്ചിരിക്കുക. പണ്ട് നിരോധനം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് രാത്രി പണിക്ക് പോകാൻ കാരണം? പകല് ഇതുപോലെ സമ്മർ സീസൺ ആകുമ്പോൾ, ഇപ്പോൾ വേനലല്ലേ, വേനൽക്കാലം ആകുമ്പോൾ വെള്ളം ചൂട് പിടിക്കും. നമ്മുടെ ചൂടിനേക്കാളും മിക്കവാറും 45 സെൻറ്റിഗ്രേഡൊക്കെയാണ് ഗലീലിയ കടലേ. നമുക്കവിടെ ചെല്ലുമ്പോൾ അറിയാം, വേർത്ത മാറത്തില്ല. നമുക്ക് 32 വരുമ്പോൾ അവർക്ക് 42 ഡിഗ്രി ചൂടാണ്, കൂടുതലാണ്. ഈ വെള്ളം ചൂട് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കുഴപ്പം എന്താ? മീനൊന്നും മുകളിൽ വരത്തില്ല. സുവിശേഷം പഠിക്കുമ്പോഴേ അതിൻ്റെ ഒരു 16 ലേബനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിറൈവ് ചെയ്ത് വന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്ന അതിൻ്റെ കാലാവസ്ഥയും അതിൻ്റെ കൾച്ചറും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ വചനം എന്തുമാത്രം ഷാർപ്പാണെന്നറിയാൻ പറ്റും. ഈ വെള്ളം ചൂട് പിടിച്ചു കഴിഞ്ഞാൽ മത്സ്യങ്ങളൊന്നും മുകളിൽ വരത്തില്ല. മത്സ്യമീൻ എവിടെ പോയി നിൽക്കും? 100-300 അടി താഴെ പോയി നിൽക്കും. ഇവർക്കുള്ളത് ട്രോളിംഗ് നെറ്റല്ല, പെരസ്യൂ നെറ്റ്സാണ്, കോരുവലയാണ്. ദാറ്റ് മീൻസ് കടലിൻ്റെ അടിഭാഗം ഒരു 50 മീറ്റർ താഴെ പോകും. 50 മീറ്റർ താഴെയാണ് ഇതിൻ്റെ നെറ്റൊക്കെ എന്തെങ്കിലും വെയിറ്റൊക്കെ പോണത്. മുകളിൽ പൊങ്ങി കിടക്കും, വല ഇങ്ങനെ വായും പൊളിച്ചൊക്കെ കടലിൽ കിടക്കും. പക്ഷേ മീൻ എവിടെ വരത്തില്ല. മീൻ എവിടെ കിടക്കണത്? 300 അടി താഴ്ചയിലായിരിക്കും, തണുപ്പിൽ പോയി നിൽക്കുകയുള്ളൂ. അത് കാരണം ഇവിടെ എന്ത് ചെയ്യും? രാത്രിയാകാൻ കാത്തിരിക്കും. രാത്രിയാകുമ്പോൾ വെള്ളം തണുക്കും. ഒരു രാത്രി 12 മണി കഴിയുമ്പോൾ വെള്ളം തണുക്കും, മുകളിലെ വെള്ളം തണുക്കും. വെള്ളം തണുക്കുമ്പോഴേ അടിയിലുള്ള മീനെല്ലാം കൂടി മുകളിലോട്ട് വരും. അപ്പോഴാണ് രാത്രി പണിക്ക് പോകുമ്പോൾ കിട്ടണത്. ഇപ്പോൾ അപ്പോസ്തലൻ എന്നാ പറയണത്? ലൂക്കായുടെ സുവിശേഷം 5:5 രാത്രി മുഴുവനും പണിയെടുത്തിട്ടും എന്താ കാര്യം? മുകളിലോട്ട് വരാൻ മീനില്ല. താഴെ ഉണ്ടെങ്കിലല്ലേ മേലോട്ട് വരത്തുള്ളൂ. ഇത് മീനില്ലാത്ത കടലാണ്. ഒന്നെങ്കിൽ പിടിച്ച് തീർന്ന് കാണും, വംശവർദ്ധി വന്ന് കാണും, മീനിൻ്റെ വംശവർദ്ധി വന്ന് കാണും.
ചില സീസണിൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ വേറെ കടലിലേക്ക് ഈ മീൻ പോകും. രണ്ടിലൊന്നും അവിടെ സംഭവിക്കും. ഇപ്പം കർത്താവിന് മുമ്പിലുള്ളത് എന്താ? പത്രോസിന് മുമ്പിലുള്ളത് എന്താ? വെറും വെള്ളമാണ്. ഈ വെറും വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് നീക്കാനാണ് ഈശോ പറയണത്. പത്രോസ് പറയും, കർത്താവേ, രാത്രി മുഴുവൻ പണിയെടുത്തു, പകൽ പണിക്ക് പോയിട്ട് കിട്ടാൻ രാത്രി പോയത്. രാത്രി പോയിട്ടും പണിയില്ല. ഇവിടെ സാമ്പത്തിക കടമാണ്, രോഗമാണ്, വരുമാന മാർഗം ഒന്നുമില്ല, എൻ്റെ മുമ്പിൽ ബുദ്ധിപരമായിട്ട് ഒരു മാർഗമില്ലെന്ന് ചിന്തിക്കുന്നവർ കർത്താവിൻ്റെ ഈ വചനം കേൾക്കണം. സ്തുതിയുടെ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ബുദ്ധിക്കോ ശക്തിക്കോ സ്വാധീനത്തിനോ നമ്മളെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും നിൻ്റെ മുമ്പിലില്ലെന്ന് വിചാരിച്ചോ? ചില ആൾക്കാരൊക്കെ വന്ന് എന്നോട്, അച്ഛാ ഹൈക്കോടതിയും തള്ളി എന്നൊക്കെ പറയും കേസ്. അപ്പോഴും ആ കേസ് നമ്മളെടുക്കും. എന്താ കാര്യം? ഇതെല്ലാ കേസിനെയും പിടിക്കാൻ വേണ്ടി ഒരാളുണ്ടല്ലോ ഇവിടെ, അല്ലേ? അപ്പം ഞാൻ പറയും, വിശ്വസിക്കുക മാത്രം ചെയ്യുമെന്ന് ഈശോ പറയും. കൊച്ചു മരിച്ചു പോയെന്ന് പറയുമ്പോൾ ഈശോ എന്നാ പറയണത്? വിശ്വസിക്കുക മാത്രം ചെയ്യും. ജയരൂസിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോഴെന്താ പറയണത്? വിശ്വസിക്കുക. അവർ പറയും, തിരിച്ചവനവർ പറയും, കുട്ടി മരിച്ചു, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറയുമ്പോൾ കർത്താവ് പറയും, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദാറ്റ് മീൻസ് വിശ്വാസം മരിക്കാതിരുന്നാൽ മതി എന്ന കർത്താവ് പറയണത്. കൈയടിച്ച് കർത്താവ് കൊച്ചു മരിക്കട്ടെ, നിന്റെ വഴി മുട്ടട്ടെ, നിന്റെ വിശ്വാസം മരിക്കാതിരുന്നാൽ മതി എന്ന് കർത്താവ് നിന്നോട് പറയുന്നു. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുട്ടി മരിച്ചോട്ടെ, നിന്റെ വിശ്വാസം മരിക്കാതിരുന്നാൽ മതി. അതാണ് കർത്താവിൻ്റെ നിലപാട് എല്ലാ വിഷയങ്ങളോടും. എല്ലാം തകർന്നെന്ന് പറയുമ്പോഴും തകരട്ടെ, നിൻ്റെ വിശ്വാസം തകരാതിരുന്നാൽ മതി എന്ന് പറയും. ഈശോ മാത്രമേ ലോകത്തോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. കാര്യം അവൻ മാത്രമാണ് ദൈവം, അവൻ മാത്രമാണ് നിൻ്റെ വഴി. കൈയടിച്ച് കർത്താവ്. അതുപോലെ പത്രോസിനോട് പറഞ്ഞ്, പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്, പത്രോസ് എപ്പോൾ വാ വിളിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കണം, അഭിഷിക്തൻ്റെ ഒരു അഭിഷേക അധികാരമുണ്ട്. പത്രോസ് എപ്പോൾ വാ വിളിച്ചാലും കർത്താവ് പറയാതെ പറയുന്നൊരു വാക്കുണ്ട്, ശമയോൻ ബാർച്ചോന, യോനായുടെ പുത്രനായ ശമയോനെ. ഇത് മാംസരക്തങ്ങളല്ല, നിൻ്റെ ബുദ്ധിയോ ശക്തിയോ മാനുഷികമായ അറിവോ അല്ല, പിന്നെ എന്താണ്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. രാത്രി പണിക്ക് പോയിട്ട് പണിയില്ലാത്തപ്പോഴേ, പകൽ പണിക്ക് പോയിട്ട് പണിയില്ലാത്തപ്പോഴേ, ആ കടലിൽ മീനില്ലാത്തപ്പോഴേ, ആ കടൽ വെറും ശുദ്ധമായ ചൂടുവെള്ളമായി മാറുമ്പോഴേ, അങ്ങനെ ചൂടുവെള്ളത്തിൽ എങ്ങനെ മത്സ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. എന്താ കർത്താവിൻ്റെ വചനം പറഞ്ഞത്? എന്താ കർത്താവിൻ്റെ വചനം പത്രോസിനോട് പറഞ്ഞത്? കർത്താവേ, രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ നീ പറഞ്ഞതുപോലെ, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അതാര് പറഞ്ഞു കൊടുത്തതാ? പിതാവ് പറഞ്ഞു കൊടുത്തതാ. പത്രോസിന് എപ്പോഴും ഇങ്ങനെ ഉണ്ട്. പത്രോസിന് ഒരു വെളിപാടിൻ്റെ മനുഷ്യനാണ് അങ്ങേര്. ജീവിക്കാനുള്ള മാർഗം, ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ മനുഷ്യരാശിക്കുള്ള മാർഗം, ഈശോ കഴിഞ്ഞാൽ പിന്നീട് കർത്താവിൻ്റെ പിൻഗാമിയായി ലോകത്തെ നയിക്കേണ്ടത് പത്രോസാണ്. അതുകൊണ്ട് പത്രോസിനോട് ദൈവം സംസാരിക്കും. അതുകൊണ്ട് ഈശോ പറയും, ശമയോൻ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. പത്രോസിൻ്റെ വേറെയും വെളിപാടുണ്ട്, പിതാവ് വെളിപ്പെടുത്തിയ വെളിപാട്. പത്രോസിന് തള്ളിപ്പറച്ചത് പോലും ഒരു വെളിപാടാണ്. പത്രോസ് തള്ളിപ്പറഞ്ഞ് എന്തും പറഞ്ഞാൽ തള്ളിപ്പറഞ്ഞത്, ഞാനവനെ അറിയുന്നില്ല. രക്ഷപ്പെടാൻ വേണ്ടി ദൈവം പറഞ്ഞു കൊടുത്ത ഒരു കുരുട്ട് ബുദ്ധിയാണ്. ഇവന് മാനുഷികമായ ബലഹീനതയാണ്. ഇവൻ തള്ളിപ്പറയുമെന്ന് ഈശോ കട്ടായം പറഞ്ഞതാണ്. ഇവൻ തള്ളിപ്പറയും. ആ തള്ളിപ്പറച്ചിൽ പോലും അവനെ കുറ്റം വിധിക്കാൻ പറ്റാതിരിക്കാനുള്ള വാക്കാണ് പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എന്താണ്? ഞാൻ നിന്നെ അറിയുന്നില്ല, അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്താ? മനുഷ്യന് ക്ഷമ ലഭിക്കാനും തെറ്റ് ചെയ്ത മനുഷ്യനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി സ്വർഗം പത്രോസിന് വേണ്ടി തന്ത്രപൂർവ്വം കണ്ടുപിടിച്ച ഒരു ഫോർമുലയാണത്. എന്താ കാര്യം എന്നറിയാവോ? അറിയണില്ല എന്ന് പറയുമ്പോഴേ കർത്താവും എന്താ പറഞ്ഞത്? പിതാവേ,
ലൂക്കായുടെ സുവിശേഷം 24:23 എന്താ പറഞ്ഞത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, അതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്വർഗത്തിനും മനുഷ്യനെ രക്ഷിക്കാനുള്ള ഒരു നിഗൂഢമായ ജാമ്യ വ്യവസ്ഥയാണ്. ജാമ്യത്തിലെടുത്താണ് ഈശോ. തൻ്റെ ശത്രുക്കളെയും കൊലപാതകളെയും പോലും കർത്താവിൻ്റെ സ്നേഹം ജാമ്യത്തിലെടുക്കും. എന്ത് പറഞ്ഞുകൊണ്ടാണെന്നറിയാവോ? തന്നെ കൊലപാതകളെപ്പോലും രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹം കണ്ടുപിടിച്ച സ്വർഗത്തിൻ്റെ ജാമ്യ വ്യവസ്ഥയാണ്. എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയത്തില്ല, ഇവരോട് ക്ഷമിക്കണമേ. അതുതന്നെയാണ് ഈശോ പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മക്കൾ തെറ്റ് സംഭവിക്കണത്? ദൈവത്തെയോ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വചനത്തെയോ ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ വചനത്തെയോ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചോ അറിയാത്തത് കൊണ്ടാണ് അവർക്ക് തെറ്റ് സംഭവിച്ചത്. ലൂക്ക 22-29 തിരുവചനങ്ങള്. അവിടെ എന്താ സംഭവിക്കണത്? തെറ്റ് സംഭവിക്കണത് എന്തുകൊണ്ടാണെന്നാണ് പറയണത്? അറിയാത്തത് കൊണ്ടാണെന്ന്. യോഹന്നാൻ്റെ 16:3 ഈശോ വീണ്ടും ആവർത്തിക്കും, അവർക്ക് എന്നെ അറിയില്ല, പിതാവിനെ അറിയില്ല, അതുകൊണ്ടാണ് അവർക്ക് തെറ്റ് സംഭവിച്ചതെന്ന്. യോഹന്നാൻ 16:3 അവർക്ക് പിതാവിനെ അറിയില്ല, എന്നെയും അറിയില്ല, അതുകൊണ്ടാണ് തെറ്റ് സംഭവിച്ചത്. അറിയാതെയാണ് ചെയ്തതെങ്കിൽ അല്പമേ പ്രഹരമേൽക്കത്തുള്ളൂ എന്നൊരു വചനമുണ്ട്. ലൂക്ക 12:24 നീ അറിയാതെയാണ് ചെയ്തതെങ്കിൽ അല്പമേ പ്രഹരമേൽക്കത്തുള്ളെന്ന്. ആ നിഗൂഢമായ രഹസ്യമാണ് പത്രോസിന് ജാമ്യത്തിലെടുക്കാൻ വേണ്ടി ദൈവം പത്രോസിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പത്രോസ് പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ആ വാക്കിൽ വെച്ച് വാസ്തവത്തിൽ ആ ഒരു വാക്കുകൊണ്ട്, മനുഷ്യ നിൻ്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ വിധിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയണത് കാരണം എന്താ അറിയുമോ? ഇത് ദൈവത്തിൻ്റെ ഒരു മനസ്സ് ദൈവ പൈതലും മനസ്സിലാക്കി ആ ദൈവത്തിലേക്ക് നീ എത്ര നീചനായാലും എത്ര നികഷ്ടമായ സാഹചര്യത്തിലാണ് ജീവിച്ചെങ്കിലും നിനക്ക് നിരാശ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ വിളിക്കുകയാണ്, നീ തിരിച്ചു വരണമെന്ന്. നിന്നെ ജാമ്യത്തെടുക്കാൻ വേണ്ടി ഇല്ലാത്ത വാക്കും ഇല്ലാത്ത വകുപ്പ് കണ്ടുപിടിച്ചുകൊണ്ട് ദൈവവചനം കാത്തിരിക്കുന്നു. എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. അതുപോലെ ശമയോൻ്റെ വെളിപാടാണ്. രാത്രി മുഴുവനും ഞങ്ങൾ പണിപ്പെട്ടിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, കടലിൽ മീനില്ല കർത്താവേ, വെള്ളമില്ലാത്ത സ്ഥലത്ത് എങ്ങനെ മുങ്ങും, മീനില്ലാത്ത കടലിൽ നിന്ന് എങ്ങനെ മീൻ പിടിക്കും എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് ജ്ഞാനം വെളിപ്പെടുത്തിക്കൊണ്ട് ഉടമ്പടി പാലിച്ചാൽ മതിയെന്ന്. പുറപ്പാട് 19:8 പറഞ്ഞില്ലേ, കർത്താവ് പറഞ്ഞതുപോലെ ഞങ്ങൾ നിറവേറ്റുമെന്ന്. അപ്പോൾ കർത്താവ് ജെറീക്കോ കോട്ട പൊടിക്കും, കർത്താവ് ജോർദാൻ വറ്റിക്കും. ശമയോനും അത് തന്നെയാണ് പറയണത്, കർത്താവെ അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞാൻ വിലയിറക്കും. അപ്പോൾ മീനില്ലാത്ത കടലിൽ മീനുണ്ടാക്കുന്നത് അങ്ങായിരിക്കും, മീൻ കയറാത്ത വലയിലേക്ക് മീൻ കയറ്റുന്നത് അങ്ങായിരിക്കും, എല്ലാം നീ തന്നെയായിരിക്കും. കൈയടിച്ച് കർത്താവ് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്കും ജീവിത ദുരിതങ്ങളുടെ തടസ്സ നിവാരണ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്കും ജീവിത ദുരിതങ്ങളുടെയും തടസ്സ നിവാരണ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും എഴുന്നേൽക്കുക. സന്തോഷത്തിൽ എഴുന്നേൽക്കുക. പ്രിയമുള്ളവരെ, ഉടമ്പടി ചെയ്തവർക്കും ഉടമ്പടി ചെയ്യാനിരിക്കുന്നവർക്കും വേണ്ടിയാണ് ആരാധന. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ കിഡ്നി രോഗികൾ, ഉദര രോഗികൾ, ഹൃദയ രോഗികൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 15 മില്ലിയൊക്കെ ദൂരമുള്ള ദൂരങ്ങളാണ് കർത്താവ് പെട്ടെന്ന് നടക്കുന്നത്. കൃപാസനം പത്രത്തെ ആശീർവദിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ചില മക്കൾ അതൊക്കെ കൊണ്ട് വലിയ കാര്യങ്ങൾ നേടുന്നുണ്ട്. അവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ചും
കർത്താവ് പത്രത്തെ ഒരു ഉപകരണമാക്കുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു അറിവ് കിട്ടണത്. അത് ഞങ്ങളാരും ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന അറിവല്ല, അത് ജനങ്ങൾക്ക് അനുഭവം കൊണ്ട് ബോധ്യമാകുന്ന ദൈവത്തിൻ്റെ ചില ആന്തരിക വെളിപാടുകളാണ്. അതുകൊണ്ടാണ് ചേച്ചി പറയണത്, അമ്മയെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ICU ആംബുലൻസിൻ്റെ ഉള്ളിൽ അമ്മ കിടക്കുമ്പോൾ മരവിച്ച തലയുടെ താഴെ പത്രം വെച്ചിരിക്കണം. അതെന്താണ്? അത് ആശീർവദിച്ചാണ് അമ്മ കൂടെ സഞ്ചരിക്കുമെന്ന്. പിന്നെ നോക്കുമ്പോൾ ക്ലോട്ടില്ല. അമ്മ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. ജഡം പോലെ ഈ ശവം പോലെ കിടന്ന അമ്മയാണ് പറയണത്, ഞാൻ ഒറ്റയ്ക്ക് നടന്ന് ഡോക്ടറെ അടുത്ത് പോയിക്കൊള്ളാമെന്ന്. നമ്മളിതെല്ലാം വലിയ കാര്യങ്ങളാണ് കേട്ട് പിരിയണത്. അപ്പോഴും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം. നിങ്ങൾ അവൻ പറഞ്ഞതുപോലെ ചെയ്യണം. ഒന്ന് പറഞ്ഞേ, കർത്താവേ ഉടമ്പടി വചനമനുസരിച്ച് നിന്റെ വാഗ്ദാനം പ്രാപിക്കാൻ പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധ പത്രോസ് പറഞ്ഞതുപോലെ നീ പറഞ്ഞതുപോലെ ചെയ്തു കൊള്ളാമെന്ന് ഞങ്ങളുടെ വാഗ്ദാനം ഞങ്ങൾ നവീകരിക്കുന്നു. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, നെഞ്ച്, അതായത് ശ്വാസകോശവും കരളും ഹൃദയവും പിന്നെ കിഡ്നി, ഇത്രയും ഗുരുതരമായ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. നിങ്ങൾ ദയവായി ആ രോഗമുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ നെഞ്ചിലും കിഡ്നി ഇരിക്കുന്ന നടുവിലും കൈവച്ചുകൊണ്ട് സ്തുതിക്കുന്നു. അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ, ഒത്തിരി ആൾക്കാർക്ക് കടുത്ത വേദന അനുഭവിക്കുന്ന, ജീവിതം താളം തെറ്റിക്കുന്ന രോഗമാണ് തൈറോയിഡ്. അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സ്തുതിക്കേണ്ടതാണ്. ഞാൻ പറയാം, അസ്ഥി ദ്രവിക്കുന്നവരെ, അസ്ഥിക്കുഴയുള്ളവർ, കുറേ സാക്ഷികൾ നമ്മൾ കേട്ടു. സർവാംഗം വേദന ഉണ്ടായിരുന്ന വ്യക്തികൾ കർത്താവിൻ്റെ നാമത്തിൽ പൂർണ്ണ ആരോഗ്യവാന്മാരായി മാറിയത് നമ്മൾ കേട്ടു. കഴുത്തനക്കാൻ പറ്റാതിരുന്നവർ, കഴുത്തിന് ബലമില്ലായിരുന്നവരൊക്കെ സാക്ഷ്യം പറഞ്ഞു. ജോലി ചെയ്യാൻ പാടില്ലായിരുന്നവർ സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ പല പല സാക്ഷ്യങ്ങൾ കേട്ടു. ദൈവം ജീവനോടെ ആ ദൈവം തന്നെയാണ് ഇപ്പോഴേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിൻ്റെ കിഡ്നികളെ സ്പർശിക്കാൻ പോകുന്നത്. നിനക്കും കർത്താവേ എനിക്കും അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയ്ക്ക് ഒരു സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയെ സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെ അനുവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അസ്ഥികളെ സ്പർശിക്കണം കർത്താവേ, അസ്ഥികളെ സ്പർശിക്കണം കർത്താവേ, അസ്ഥിക്കുഴകളെ സ്പർശിക്കണം കർത്താവേ, അസ്ഥിക്കുഴകൾ, സന്ധി ബന്ധങ്ങൾ, മാംസപേശികൾ, രക്തഞരമ്പുകൾ സ്പർശിക്കണമേ. തൈറോയ്ഡ് രോഗങ്ങളെ സ്പർശിക്കണമേ. ഈശോ ഹൃദയത്തെ സ്പർശിക്കണമേ. ഈശോ കുഞ്ഞു മക്കളുടെ തൊട്ട് മുതിർന്നവരുടെ ഹൃദയത്തെ സ്പർശിക്കണമേ. ഈശോ കരളിനെ സ്പർശിക്കണമേ. പാങ്ക്രിയാസിനെ സ്പർശിക്കണമേ. ശുഭരോഗികളെ സ്പർശിക്കണമേ. ശുഭരോഗികളെ സ്പർശിക്കണമേ. പ്രഷരോഗികളെ സ്പർശിക്കണമേ. അസ്ഥിവാദക്കാരെ സ്പർശിക്കണമേ. സന്ധിവാദക്കാരെ സ്പർശിക്കണമേ. എക്സിമയെ സ്പർശിക്കണമേ. പിസ്തുലെ സ്പർശിക്കണമേ. തൈറോയ്ഡ് സ്പർശിക്കണമേ. വെരിക്കോസ് സ്പർശിക്കണമേ. ആദ്യ സ്പർശിക്കണമേ. മനോരോഗത്തെ സ്പർശിക്കണമേ. എപ്ലസിയെ സ്പർശിക്കണമേ. സമസ്വാരോഗത്തെ സ്പർശിക്കണമേ. മനോരോഗത്തെ സ്പർശിക്കണമേ. മാർഗരോഗങ്ങള് തീരവേദികള് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വീടില്ലാത്തവർ ശ്രദ്ധിക്കുക. ഇവിടെയുള്ളവർ മാത്രമല്ല, അകലങ്ങളിലും ദൂരങ്ങളിലും അന്യരാജ്യങ്ങളിലും ഇരുന്നു കൊണ്ട് ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ശ്രദ്ധിക്കുക. സ്ഥലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വാടക വീടുകൾ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, പാട്ടത്തിന് താമസിക്കുന്നവർ, ഭാഗവുടമ്പടി നടക്കാത്തവർ, പാഠവുടമ്പ കുരുക്കിലാകപ്പെട്ടവർ, വസ്തു ജാമ്യത്തിലായിരിക്കുന്നവർ, വസ്തു ജപ്തിയിലായിരിക്കുന്നവർ,
ജീവിക്കാൻ മാർഗമില്ലാത്തവർ, വരുമാന മാർഗമില്ലാത്തവർ, വ്യവസായം അടഞ്ഞു പോയവർ, വ്യാപാരം നിലച്ചു പോയവർ, ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, പ്രൊമോഷൻ ഇല്ലാത്തവർ, ട്രാൻസ്ഫർ ഇല്ലാത്തവർ, ജോലി സംബന്ധമായ കുരുക്കളുള്ളവർ, ഡിപ്രൊമോട്ട് ചെയ്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, അതിശക്തമായ സ്തുതികളെ ഹല്ലേലൂയ. ഈശോ 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 സ്പർശിക്കണമേ കർത്താവേ. ഈശോ പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് ഔസാഗ്യ ദോഷങ്ങള്, ജോലി തടസ്സങ്ങള്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, ഭവനമില്ലാത്തവര്, സാമ്പത്തിക ബാധ്യതകള്, വിടുപോയവര്, യേശു ക്രിസ്തുവിന്റെ നാമത്തില് എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ നാമത്തില് മാറിപ്പോട്. ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഡേറ്റുകൾ ഓർക്കുക. കൃപാസനത്തിലെ അമ്മ, നിങ്ങൾക്കറിയാം, ഇവിടെ സമയം എപ്പോഴും സാക്ഷ്യത്തിൻ്റെ ഒരു വിഷയമാണ്. 22 കൊല്ലമായിട്ട് മക്കളില്ലാത്തവരെ, 40 വർഷമായി മദ്യപിക്കുന്നവരെ, 35 വർഷമായി സ്ഥലം വിൽക്കാത്തവർ, അങ്ങനെ പല സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം ഡേറ്റിട്ടാണ് സാക്ഷ്യം പറയണത്. കൃപാസനത്തിന് ഒരു പേജിൽ തന്നെ ഡേറ്റിട്ട് മാത്രമുള്ള സാക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ കാരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഡേറ്റ് ആൻഡ് ടൈം പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഈ മാസത്തെ പ്രധാന ഡേറ്റുകൾ, നിങ്ങളുമായി ബന്ധപ്പെട്ട ഡേറ്റുകൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കേണ്ട സമയമാണ്. ശ്രദ്ധിക്കുക, ഈ സമയത്തുള്ള ഈ മാസം നിങ്ങൾ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. ആ തീയതി അമ്മ ആ വിഷയത്തിൽ സാന്നിധ്യം നൽകിക്കൊള്ളും. ചിലപ്പോൾ പരീക്ഷാ ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ പ്രസവ ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഓപ്പറേഷൻ ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ ജപ്തി നടപടിക്കുള്ള ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ ലേലത്തിൻ്റെ ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ നൈപുണ്യ പരീക്ഷയുടെ MOHൻ്റെ ഹാദിൻ്റെ PT എക്സാമിനേഷൻ്റെ ഡേറ്റ് ആയിരിക്കും. വാട്ട് വിത്ത് ദ ഡേറ്റ് യു മസ്റ്റ് റിമെമ്പർ നൗ. നീ ഓർക്കുക ആ ഡേറ്റുകൾ, എന്ത് ഡേറ്റ് ആയാലും നിന്നെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റുകൾ, ദൈവത്തിൻ്റെ അനുഗ്രഹം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം കിട്ടിയേ തീരുമെന്ന് പറയുന്ന തീയതികൾ, സമയം എല്ലാം നീ ഓർക്കുക, മൗനമായി ഓർക്കുക. അച്ഛൻ ഡേറ്റുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. മക്കളെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, അങ്ങയുടെ മക്കൾ മനസ്സിലോർത്ത് പറഞ്ഞ ഓരോ ഡേറ്റുകൾ, യാത്രകൾ, സമയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം സമ്പൂർണ്ണമായി അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുവിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സംരക്ഷണം ആ ഡേറ്റുകളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓ ആത്മീയ അഭിഷേകമേ, ഓ ആത്മീയ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ ആത്മീയ അഭിഷേകമേ, ഓ ആത്മീയ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. സത്രം ഒരു കാരണവശാലും നിങ്ങൾ പള്ളിയിൽ കൊണ്ടുപോയി കൂട്ടിയിടരുത്. നിങ്ങളെ ഒരുപക്ഷെ ഇപ്പം ജില്ലാ ജഡ്ജിമാരും മജിസ്ട്രേറ്റുമാരും ഒക്കെ ധ്യാനം കൊടുക്കുന്നുണ്ട്, ഡോക്ടർമാർ ധ്യാനം കൊടുക്കുന്നുണ്ട്. ഇപ്പം എപ്പോഴായാലും ശരി, നിങ്ങൾ എന്ത് പൊസിഷനുള്ളവരായാലും ശരി, കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും
നാളെ കാര്യം മണ്ണോട് മണ്ണ് പിരിഞ്ഞു പോകേണ്ട ആൾക്കാരാണ്. അപ്പം നമ്മുടെ വിലയും നിലയൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ തുണിയില്ലാതെ വിറകെ കിടന്നിട്ട് മരിച്ചുണ്ടാക്കിയെടുത്ത വില മാത്രമേ മനുഷ്യനെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എളിമയോടും വിനയത്തോടെയും പത്രം ബൈ പേഴ്സൺ കൊണ്ടുപോയി വിതരണം ചെയ്യണം. പത്രം വിതരണം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കണം. എന്താണ് കർത്താവ്, ഈ പത്രം കിട്ടിയവർ കർത്താവിനെ അറിയാൻ ഇടയാക്കണമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നീ സത്യസന്ധയാണെന്ന് ദൈവത്തെ അറിഞ്ഞാൽ പിന്നെ നിനക്ക് അധികാരം പത്രം കൊടുക്കേണ്ടി വരത്തില്ല. കാര്യം എന്താ, ദൈവം നിൻ്റെ കണ്ണുനീര് ഏറ്റെടുക്കും. ആ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. പക്ഷേ എന്തായാലും നീ പ്രാർത്ഥിക്കണം, മരണം വരെ കർത്താവെ നിൻ്റെ സാക്ഷിയാകാനും നിന്നെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രേക്ഷിതനാകാനും പ്രേക്ഷിതയാകാനും എന്നെ സഹായിക്കണമേ. പത്രം വാങ്ങിക്കുമ്പോൾ നിനക്ക് സന്തോഷം തോന്നണം. നല്ല കർത്താവിൻ്റെ മകനാണെങ്കിൽ സന്തോഷം തോന്നും. ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ, ഞാൻ 60 പേരെയും കൊണ്ട് വന്ന് ഇപ്പം ഞാൻ 500 പേരെയും കൊണ്ടാണ് വരുന്നത്. എന്താ കാര്യം, അവർക്ക് കർത്താവിൻ്റെ മുമ്പിൽ അധികാരമുണ്ട്. ദൈവത്തിൻ്റെ വേലക്കാർക്ക് ദൈവദരിസനിൽ അധികാരമുണ്ട്. ആധ്യാത്മികമായ സ്നേഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു അധികാരമുണ്ട്. അതുകൊണ്ട് അവർ പതറത്തില്ല. പ്രേക്ഷിത പ്രവർത്തനം നമുക്ക് അധികാരമുണ്ടാക്കും. അമ്മയെ ലോകത്തിന് കൊടുത്തത് ഈശോയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് സമയത്തിന് അധികാരം കിട്ടിയത്. ഇപ്പം നമ്മളാണ് അമ്മയുടെ മധ്യസ്ഥയിൽ ലോകത്തിന് ഈശോനെ കൊടുക്കുന്നത്. അപ്പോൾ ആ അധികാരം നമുക്ക് കിട്ടും. ഉടമ്പടി പ്രാർത്ഥന നിന്നെ ദൈവതിരുസന്നിധിയിൽ വസ്തുക്കളുടെ മേൽ അധികാരമുള്ള വ്യക്തിയാക്കി മാറ്റും. അതൊരു മാന്ത്രിക അധികാരമല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ലഭിക്കുന്ന ദൈവത്തിൻ്റെ നമ്മുടെ എളിമയിൽ നിന്ന് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ് ആ അധികാരം. അതുകൊണ്ട് ആ അധികാരം നമുക്ക് അഹങ്കാരം ഉണ്ടാക്കത്തില്ല. അപ്പോൾ എൻ്റെ മക്കൾ സന്തോഷത്തോടെ, കർത്താവേ കണ്ണീരാണ് ഉള്ളതിൻ്റെ കാലമാണെങ്കിലും ഈ കാലത്ത് നിന്നെ തിരിച്ചറിയാനും നിന്നോട് ഉടമ്പടി ചെയ്യാനും നിൻ്റെ അമ്മയുടെ മധ്യസ്ഥത്തിൽ കർത്താവിൻ്റെ വേല ചെയ്ത് ആത്മത്തിന് വേണ്ട കാര്യം നിറവേറ്റാനും എന്നെയും നീ തിരിച്ചറിഞ്ഞ് വിളിച്ചല്ലോ എന്ന് ഓർത്തിട്ട് സന്തോഷത്തോടെ വേണം നിങ്ങൾ പത്രം വാങ്ങിക്കാനും കൊടുക്കാനും. പത്രം കാരണം ഉടമ്പടി എടുത്തുകൊണ്ട് പ്രയോജനമില്ല. ഉടമ്പടി ഞാൻ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉടമ്പടി പുതുക്കണം. കാര്യം നിങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞ ആൾക്കാർ ശ്രദ്ധിച്ചില്ലേ, അവർ കർത്താവ് ഒരു അടയാളം കൊടുക്കാതിരുന്നിട്ട് പുതുക്കി കഴിഞ്ഞപ്പോഴാണ് അടയാളം കൊടുത്തത്. അപ്പം അതുകൊണ്ട് പുതുക്കുമ്പോൾ അത് സ്ഥിരീകരിക്കുക, ഒരു ഘട്ടമെങ്ങനെ സ്ഥിരീകരിക്കാൻ മറ്റൊരു പ്രോസസ്സിലിരിക്കുന്നവരാണ്. അപ്പം അമ്മ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവരുടെ അച്ഛൻ ഇടപെടേണ്ട കാര്യമില്ല അതിൻ്റെ അകത്ത്. ഇപ്പോൾ സമാപനാശീർവാദം നേരത്തെ ഉയർത്തി പിടിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ യേശുവേ. യേശുവേ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.